അല്ല, കേരളത്തിലെ ചർച്ച ഇവിടെ ഇല്ല. തമിഴ്നാട് ഇലക്ഷനാണ്. തമിഴിൽ അതില്ല. ആ ചർച്ചക്ക് എനിക്ക് താല്പര്യമില്ല. തമിഴ്നാട് ഇലക്ഷനിൽ വൻപിച്ച ഭൂരിപക്ഷത്തോടെ DMK, കോൺഗ്രസ്, ഇന്ത്യ മുന്നണി അലയൻസ് വിജയം കൈവരിക്കും. രാവിലെ കോയമ്പത്തൂർ മുതൽ വിവിധ പ്രദേശങ്ങളിൽ, വിവിധ മണ്ഡലങ്ങളിൽ പര്യടനം നടത്തിയപ്പോൾ എനിക്ക് മനസ്സിലായത് വളരെ അനുകൂലമായ തരംഗം DMK, കോൺഗ്രസ് അലയൻസിനുണ്ട്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാട്ടിലെ ജനങ്ങളെ, പ്രത്യേകിച്ച് സഹോദരിമാരെ തെറ്റിദ്ധരിപ്പിക്കാനുള്ള നാടകമായിട്ട് ഇറങ്ങിയിരിക്കുകയാണ്. ഈ നാടകം തമിഴ്നാട്ടിൽ ചിലവാകാൻ പോകുന്നില്ല. കാരണം തമിഴ്നാടിനെ ഇകഴ്ത്തിക്കാട്ടാൻ, സത്യത്തിൽ പാർലമെൻറ്റിൽ ഉണ്ടാകേണ്ട അംഗബലം കുറക്കാനും വേണ്ടിയിട്ടുള്ള ഗൂഢപദ്ധതിയുടെ ഭാഗമായിട്ടായിരുന്നു ഈ ബില്ല് പാർലമെൻറ്റിൽ കൊണ്ടുവന്നത്. അതിനെ ഇന്ത്യ സഖ്യം ഒറ്റക്കെട്ടായി നിന്ന് ചെറുത്തു തോൽപ്പിക്കുകയായിരുന്നു ചെയ്തത്. അതിൽ ജാള്യത ഉള്ളതുകൊണ്ട് ആ ജാള്യത മറച്ചു പിടിക്കാൻ ഇപ്പോൾ വനിതാ സംവരണത്തിൻ്റെ പേര് പറഞ്ഞിറങ്ങിയിരിക്കുകയാണ്. വനിതാ സംവരണം നടത്താൻ ഞങ്ങൾ പൂർണ്ണമായും സഹകരിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്. 23-ൽ ആ ബില്ല് പാസ്സാക്കിയതാണ്. ആ നോട്ടിഫിക്കേഷനും സർക്കാർ ഇറക്കിയിട്ടുള്ളതാണ്. അഭിമാനബോധമുണ്ടെങ്കിൽ, ആത്മാർത്ഥതയുണ്ടെങ്കിൽ ഒരു മിനിറ്റ് വൈകാതെ ആ ബില്ല് പാസ്സാക്കിയിട്ടായിരുന്നു തമിഴ്നാട്ടിലേക്ക്, ആ ബില്ല് നടപ്പിലാക്കിയിട്ടാണ് തമിഴ്നാട്ടിലേക്ക് വരേണ്ടിയിരുന്നത്. അല്ലാതെ തമിഴ്നാട്ടിലെ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുകയല്ല ചെയ്യേണ്ടത്. പ്രധാനമന്ത്രിയോട് ആ മോഡിക്കുള്ള ചുട്ട മറുപടിയായിരിക്കും 23-ാം തീയതി തമിഴ്നാട്ടിലെ ജനത നൽകാൻ വേണ്ടി പോകുന്നത്. ഉജ്ജ്വലമായ ഭൂരിപക്ഷത്തോടെ DMK, കോൺഗ്രസ്, ഇന്ത്യ സഖ്യം വിജയിച്ചിരിക്കും. വിളവങ്കോടും കാണുന്നത് അതുതന്നെയാണ്. അല്ല, അത്തരം കാര്യങ്ങൾ എനിക്ക് താല്പര്യമില്ല. ഈ ചർച്ചകളൊന്നും പങ്കെടുക്കാൻ അയാളോട് ചോദിക്കണം. അങ്ങനെ ചോദിക്കുന്നത് എനിക്ക് അദ്ദേഹത്തോട് ചോദിക്കും.